ഓരോ മനുഷ്യനും അവരുടെ വികാരങ്ങളും വിചാരങ്ങളും വഴികളും വാക്കുകളും അത്രമേൽ പ്രിയമുള്ളതാണ്. വേട്ടക്കാർ വാഴുന്ന ലോകത്ത് ഇരകളായി പോകേണ്ടി വരിക എന്നതോളം വലിയ വേദനയില്ല. അത് തരണം ചെയ്യുന്നതിനുള്ള ശ്രമമാണിത്. എഴുത്തുകാരെ സംബന്ധിച്ച് വഴികളിൽ വസന്തങ്ങളെക്കാൾ നിറയുന്ന മുള്ളുകളെയും കാലക്കേടുകളെയും വകഞ്ഞ് മുന്നേറണം. ആരുടെയും ആജ്ഞാനുവർത്തികളാകലല്ല എഴുത്തുകാരുടെ ചുമതല. ഒരു സ്ത്രീക്ക് എഴുത്തിൽ ധാരാളം പ്രതിസന്ധികളുണ്ട്. പണം, പ്രാരാബ്ദങ്ങൾ, പണികൾ, അങ്ങനെ അതിജീവനത്തിലെ എല്ലാ വിഷമങ്ങളെയും ഭേദിച്ച് വേണം വാക്കാൽ ഊർജിതപ്പെടേണ്ടതും. എന്തെഴുതിയാലും സ്ത്രീ പിന്തള്ളപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് അവരെ മുന്നോട്ട് നയിക്കുവാൻ കൂടി ഉതകുന്നതാകണം നമ്മുടെ എഴുത്ത്. പുരുഷൻ എഴുതിയാലേ നന്നാകൂ എന്ന മൂഢവിശ്വാസം വിദ്യാസമ്പന്നരായ സ്ത്രീകൾ പോലും വച്ചു പുലർത്തുന്നു. പുരുഷൻ പ്രശംസിക്കപ്പെടുകയും സ്ത്രീ അവഗണിക്കപ്പെടുന്നുമുണ്ട്. പുരുഷവിരോധമെന്ന ചിന്തയരുത്. അവാർഡ് കിട്ടുന്നത് മാത്രമാണ് സൃഷ്ടിയുടെ അങ്ങേയറ്റത്തെ മികവെന്ന് ധരിച്ച് ആളിന്റെ ബലവും പേരും തരവും വലിപ്പച്ചെറുപ്പവും ഒക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുവർക്ക് ഇത്തരം ചിറകടികൾ അത്ര ബോധ്യപ്പെടണമെന്നില്ല. നന്മയുള്ള മനുഷ്യർ ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അവരുടെ അഭിപ്രായങ്ങളും ചർച്ചകളുമാണ് കിട്ടാവുന്ന വലിയ ആദരവും. ആർജവമുള്ളവരായി, നിലപാടുള്ളവരായി നിരന്തരം നമ്മുടെ ഇടങ്ങളെയും അവസരങ്ങളെയും മെരുക്കിയെടുക്കുക. അവിടെ നമ്മുടെ ചിറകടികൾ കേൾക്കുക തന്നെ ചെയ്യും. നെഞ്ചേറ്റുന്നവരോടെല്ലാം നന്ദിയുണ്ട്. കേൾക്കാത്ത ചിറകടികൾക്ക് വേണ്ടി ഷിജി ചെല്ലാങ്കോട്.